സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയം ജാസ്മിൻ്റെ അടുത്തേക്ക് ഉപ്പയും ഉമ്മയും പോകുമ്പോൾ സിബിനും ആര്യയും എയർപോർട്ടിൽ വെച്ച് കണ്ട കാര്യമാണ്. ഇതിനെയെല്ലാം ചുറ്റിപ്പറ്റി അവർ പോലും അറിയാത്ത കഥകളും കാര്യങ്ങളുമാണ് ഉണ്ടായി വരുന്നത് എന്നാണ് താരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇപ്പോഴിത് അല്പസമയങ്ങൾക്ക് മുൻപ് ആര്യ ലൈവിലെത്തിയിരിക്കുകയാണ്. ബിഗ് ബോസിലേക്ക് ഉപ്പയും ഉമ്മയും പോയി തിരിച്ചു വരുന്ന സമയത്തായിരുന്നു സിബിനെയും ആര്യയെയും കണ്ടത് എന്നും അവിടെ വെച്ച് നല്ല രീതിയിൽ സംസാരിക്കുകയും അവസാനം ഒരു ചായ കുടിച്ചിട്ടെല്ലാമാണ് പിരിഞ്ഞത് എന്നും ജാസ്മിനോട് വിരോധമൊന്നും വെക്കരുത് എന്ന് സിബിനോട് ഉപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എയർപോർട്ടിൽ നിന്നും ചർച്ച ചെയ്തതായും എല്ലാം തന്നെ സിബിനും ആര്യയും പറയുന്നു. അവർ തമ്മിലൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നും ജാസ്മിൻ്റെ PR ടീമുകളുമായാണ് സിബിന് പ്രശ്നമെന്നുമെല്ലാം തുറന്നു പറഞ്ഞിരുന്നു താരങ്ങൾ. അതൊന്നും അവളുടെ പെയ്ഡ് PR പ്രമോഷൻസോ അല്ല എന്നും ഞങ്ങൾ കൂലി കൊടുത്ത് ഒരാളെപ്പോലും PR ആയി വെച്ചിട്ടില്ല എന്നും ജാസ്മിൻ്റെ ഉപ്പ സിബിനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം തന്നെ സിബിനോട് ജാസ്മിൻ്റെ ഉപ്പ പറയുകയും ചെയ്തു. അഫ്സലും ദിയാസനയും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടത് എന്ന് ഉപ്പയും ഉമ്മയും സമ്മതിച്ചു എന്നും അതേപോലെ തന്നെ ഗബ്രിയുമായുള്ള വിഷയത്തിൽ ഗബ്രിക്ക് വിളിച്ചത് കൊണ്ട് ഇനി ഇൻ്റർവ്യൂകളിലൊന്നും തന്നെ എൻ്റെ മോളെക്കുറിച്ചൊന്നും തന്നെ പറയരുത് എന്നും അവളുടെ നീയുമായുള്ള ആ ചാപ്റ്റർ കഴിഞ്ഞു എന്നും അതൊരു ഗെയിമിൻ്റെ ഭാഗമായിരുന്നു എന്നും ഗബ്രിയോട് വിളിച്ച് ജാസ്മിൻ്റെ ഉപ്പ സംസാരിച്ചിട്ടുണ്ട് എന്നും സിബിനോട് പറഞ്ഞതായും സിബിൻ പറയുന്നുണ്ട്. എന്തു തന്നെയായാലും അവരൊരു പ്രശ്നവുമില്ലാതെ പിരിഞ്ഞതാണ്. ജാസ്മിൻ്റെ PR ടീം വളരെ മോശമായി കൊണ്ടാണ് സിബിനെയും മറ്റു ബിഗ് ബോസിൽ നിന്നിറങ്ങുന്ന കണ്ടസ്റ്റൻസിനെയും എല്ലാം ചീത്ത വിളിക്കുന്നും അനാവശ്യം പറയുന്നും എല്ലാം ഉണ്ട് എന്ന് വാപ്പയോട് പറഞ്ഞപ്പോൾ അതൊന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള PR അല്ല മോനെ എന്നായിരുന്നു ജാസ്മിൻ്റെ ഉപ്പയുടെ മറുപടി എന്നും അവർ പറഞ്ഞു. അവസാനം ഒരു ചായ കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് എന്നും നിങ്ങളെ കണ്ടതിലുള്ള എൻ്റെ സന്തോഷം കൊണ്ടുള്ള ഒരു ട്രീറ്റാണിത് എന്ന് ജാസ്മിൻ്റെ ഉപ്പ പറഞ്ഞു എന്നും സിബിൻ പറഞ്ഞു. എന്തു തന്നെയായാലും ആര്യക്കും സിബിനും നേരെ വൻ സൈബർ ആക്രമണമാണ് ജാസ്മിൻ ആർമിയിൽ നിന്നും ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്.